ഹായ് ഗൈസ്. സോ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ വാർണിംഗ് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കീ പ്രോപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ വാർണിംഗ് മെസ്സേജൊക്കെ നമ്മൾ റിസോൾവ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ചെറിയൊരു ക്ലാസ്സസും ഒക്കെ കൊടുത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ നമ്മൾ ചെറിയൊരു സ്റ്റൈലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ആർക്കിടെക്ചറാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഇത് ആർക്കിടെക്ചറാണ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ എഴുതിയ ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആർക്കിടെക്ചർ. ലൈക്ക് സോ ഇവിടെയാണ് നമ്മുടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇതുവരെ ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ എവിടെ നിൽക്കണമെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ജസ്റ്റ് എടുത്തുള്ളൂ. സോ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കണ്ടറിയും അവർ ഗ്രാഫിക്കൽ സെർവറാണ്. അവിടെയാണ് നമ്മൾ ഡാറ്റ ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മറ്റേ അപ്പോളോ സ്റ്റോർ നമുക്ക് കാണാൻ പറ്റും. അപ്പോളോ സ്റ്റോർ നമ്മൾ index.jsലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, സോ ഈ അപ്പോളോ സ്റ്റോർ വഴിയാണ് നമ്മൾ ആക്ച്വലി ഗ്രാഫിക്കൽ സെർവറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ പിന്നെ അവിടുന്ന് ഗ്രാഫിക്കൽ സെർവറിൽ നിന്ന് വരുന്ന ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോളോ സെർവറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. എന്നിട്ട് അത് ആപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സോ പിന്നെ ഈ താഴത്തെ പോർഷനാണ് റിയാക്ട് സൈഡ് വരുന്നത്. ഓക്കെ, റിയാക്ട് സൈഡിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോളോ പ്രൊവൈഡറാണ് കാണാൻ പറ്റുന്നത്. സോ ഇത് എന്ന് പറഞ്ഞാൽ റിയാക്റ്റും അപ്പോളോ സ്റ്റോറും നമ്മളുടെ ഇൻറ്റഗ്രേഷൻ പോയിൻ്റാണ് പ്രൊവൈഡർ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് റൂട്ടാണ്, റൂട്ട് കമ്പോണൻ്റ് ആണ്. അവിടെയാണ് നമ്മുടെ സോങ് ലിസ്റ്റൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കറൻ്റ്ലി. പിന്നെ സോങ് ലിസ്റ്റിൽ അതിൽ കറസ്പോണ്ടിങ് ഒരു കൊറിയും നമ്മൾ അറ്റാച്ച് ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ താഴെ നമ്മൾ സോങ് ലിസ്റ്റ് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ 3 പ്രസ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ പ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസൻറ്റേഷൻ കമ്പോണൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് പ്രസ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഒരു മെയിൻ കമ്പോണൻറ്റിൽ നമുക്ക് സബ് കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ സോങ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോങ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സോങ് ഡീറ്റെയിൽ പേജ് ഉണ്ട്, ക്രിയേറ്റ് പേജ് ഉണ്ട്, അങ്ങനെ സബ് കമ്പോണൻസ് ആണല്ലോ വരുന്നത് കൂടുതലും. സോ ക്രിയേറ്റ് എന്ന് പറയാൻ പറ്റില്ല, സോങ് ഡീറ്റെയിൽ പേജ് കാണുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനൊക്കെ വരുമ്പോൾ ലൈക്ക് അതൊരു സബ് കമ്പോണൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. സോ അതിൻ്റെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പ്രസ് എഴുതിയത്. പിന്നെ അപ്പോളോ ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് കമ്പോണൻറ്റിലാണ് കൊറീസൊക്കെ റിസീവ് ചെയ്യാനുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ റിസീവിങ് ഡാറ്റ ഗ്രാഫിക്കലിന് ഡാറ്റ റിസീവ് ചെയ്യാനുള്ള കൊറിയൊക്കെ നമ്മൾ സെൻട്രലൈസ്ഡ് കമ്പോണൻസിലാണ് എഴുതി വയ്ക്കുക. ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ സോങ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് കമ്പോണൻ്റ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ സബ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ കൂടി അത് നമ്മൾ ആക്ച്വലി സെൻട്രലൈസ്ഡ് കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സോ സെൻട്രലൈസ്ഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാം. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സബ് കമ്പോണൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അത്യാവശ്യം കൊറീസൊക്കെ ഇരുന്ന് മെയിൻ കമ്പോണൻറ്റിലേക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സോ പരമാവധി നമ്മൾ കൊറീസ് സെൻട്രലൈസ്ഡ് കമ്പോണൻസിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അധികം നെസ്റ്റഡ് കമ്പോണൻസും ഇല്ല. ഓക്കെ, ഒന്ന് വെച്ചാൽ ഒരു കമ്പോണൻറ്റിൽ അടുത്ത കമ്പോണൻറ്റ് അതിൻ്റെ ഉള്ളിൽ വേറെ കമ്പോണൻറ്റ്, അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പരമാവധി കുറവാണ്. ഇനി നമുക്ക് നമ്മുടെ മോക്കപ്സ് അടുത്ത സ്ക്രീന് മോക്കപ്സ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു മോഡിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ മോക്കപ്പിൽ. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രീവിയസ്ലി നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് സോങ് ഡീറ്റെയിൽ പേജാണ് നമ്മൾ മുമ്പ് കാണിച്ചത് മോക്കപ്പിൽ. ഓക്കെ, സോ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ സോങ് ക്രിയേറ്റ് പേജ് ആക്കി. ഇവിടെയാണ് നമ്മൾ ഒരു പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. എന്നിട്ട് പാട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ സബ്മിറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ ഡാറ്റ ബാക്ക് എൻഡിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഡാറ്റാബേസിലേക്ക്, നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഈ സോങ് ക്രിയേറ്റ് പേജ് എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. സോ ആ പ്ലസ് ബട്ടൺ റെഡ് പ്ലസ് ബട്ടണില്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സോങ് ക്രിയേറ്റ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്ലാൻ കറൻ്റ്ലി. സോ ഇപ്പോൾ ചെക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കുറച്ച് കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സോങ് ഇൻഡെക്സ് പേജ്, സോങ് ഡീറ്റെയിൽ പേജ് എന്ന് പറഞ്ഞിട്ട് കമ്പോണൻസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു സാധനത്തെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ടി വരും. അത് റിയാക്ട് റൗട്ടറാണ്. ഓക്കെ, ഇപ്പോൾ റിയാക്ട് ഓൾറെഡി അറിയുന്നവർക്ക് റിയാക്ട് റൗട്ടർ എന്താണെന്ന് അറിയുന്നുണ്ടാവും. സോ എനിക്ക് മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് റൗട്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് റിയാക്ട് റൗട്ടർ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പേജസ് സ്ക്രീനിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
സോ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ കറൻ്റ്ലി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ താങ്ക്സ് ലോട്ട്, ബൈ.